ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. 4ാമത്തെ ദിവസം നമ്മൾ വായനയിലേക്ക് വരികയാണ്. ആദ്യമായിട്ട് നമുക്ക് ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വായിക്കുന്ന ഈ വചനഭാഗം ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി തരണമേ. ഞങ്ങൾ അത് ചുമ്മാ വായിച്ചു വിടാതെ ഞങ്ങളുടെ മനസ്സിൽ അത് പതിയാൻ അനുവദിക്കണമേ. നമുക്ക് വചനം വായിക്കാം. 4ാമത്തെ അധ്യായം. 4ാമത്തെ അധ്യായത്തിൽ കായേനും ആബേലും. ആദം തന്റെ ഭാര്യയായ ഹവ്വായോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് കായേലിനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൾ കായേന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായേൽ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായേൽ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിനും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേലിനും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായേലിനെ അത്യധികം കോപിപ്പിച്ചു. അവന്റെ മുഖം കറുത്തു. കർത്താവ് കായേലിനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാവം വാതുക്കൾ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. ഒരു ദിവസം കായേൽ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവൻ വയലിലായിരിക്കെ കായേൽ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. കർത്താവ് കായേലിനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായു പിളർന്ന് ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. കായേൽ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല. ആരും കായേലിനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരടയാളം പതിച്ചു. കായേൽ കർത്താവിന്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദു ദേശത്തെ വാസമുറപ്പിച്ചു. കായേന്റെ സന്താന പരമ്പര. കായേൻ തന്റെ ഭാര്യയുമായി ചേർന്ന് അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു. കായേൽ ഒരു നഗരം പണിതു. തന്റെ പുത്രനായ ഹെനോക്കിന്റെ പേര് അതിന് നൽകി. ഹെനോക്കിനെ ഈരാദും ഈരാദിനെ മെഹുയായേലും ജനിച്ചു. മെഹുയായേലിനെ മെതുശായേലിന് ലാമേക്കും ജനിച്ചു. ലാമേക്കിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ആദായും സില്ലായും. ആദായുടെ മകനായിരുന്നു യാബാൽ. കൂടാരവാസികളുടെയും അജപാലകരുടെയും പിതാവായിരുന്നു അവൻ. അവന്റെ സഹോദരന്റെ പേര് യുബാൽ. കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ. സില്ലായ്ക്കും ഒരു പുത്രനുണ്ടായി. നൂബൽ കയ്യിൻ ചെമ്പുപണിക്കാരുടെയും ഇരുമ്പ് പണിക്കാരുടെയും പിതാവായിരുന്നു. നൂബൻ കയ്യിന് നാമ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായെ സില്ലായെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ലാമേക്കിന്റെ ഭാര്യമാരെ, എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായേന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമേക്കിൻ്റെത് 77 ഇരട്ടിയായിരിക്കും. ആദം വീണ്ടും തന്റെ ഭാര്യയോട് ചേർന്നു. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സേത്ത് എന്ന് അവന് പേരിട്ടു. കാരണം കായേൽ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് അവൻ എന്നേ അവൾ പറഞ്ഞു. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. സേത്ത് അവനെ എനോഷ് എന്ന് വിളിച്ചു. അക്കാലത്തെ മനുഷ്യർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി.
കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അപ്പം നമ്മൾ 4-ാമത്തെ അധ്യായം വായിച്ചു തീർന്നു.